എന്റെ കാര്യം തന്നെ നോക്ക്. എത്രയോ അലഞ്ഞതാ, ഇപ്പോഴാ ഒന്ന് കര പറ്റിയത്. ഇപ്പൊ ഞാൻ ഓക്കെയാടാ. നീ പറഞ്ഞു വരുന്നത്? അതെ, എങ്ങനെയെങ്കിലും നീ കുറച്ച് കാശ് സംഘടിപ്പിക്കേ. ബാക്കി വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. വേണമെങ്കിൽ എന്റെ കൂടെ കുടിക്കൂ. നല്ല ലാഭമുള്ള ഒരു ബിസിനസ് ഞങ്ങൾ ഇപ്പൊ തുടങ്ങുന്നുണ്ട്. കമ്പനിയിലെ എന്റെ ഇൻഫ്ലുവൻസ് വെച്ച് നിന്നെയും കൂടെ ഞാൻ അതിൽ ചേർക്കാം. കുറച്ച് മുടക്കിയാ മതി. കുറച്ചെന്ന് പറഞ്ഞ എത്ര രൂപ വേണ്ടി വരും? എത്രയും എന്ന് വെച്ചാ ഏറ്റവും കുറഞ്ഞതൊരു 10 ലക്ഷം രൂപയെങ്കിലും. എങ്ങനെ പോയാലും ഒരു മാസം 2 ലക്ഷം രൂപ കൈവരും. 5 മാസം കൊണ്ട് മുടക്കുമുതൽ തിരിച്ചു കിട്ടും. പിന്നെ മുഴുവൻ ലാഭമല്ലേ. നോക്കട്ടെ, ഞാൻ ശ്രമിക്കാം. ഇതാ ഇതെന്റെ കാർഡാ, വിളിക്കേ. അപ്പൊ ശരി. കേളി ഇൻവെസ്റ്റ്മെന്റ്സ്. സദാശിവന്റെ മോഹന വാഗ്ദാനത്തിൽ കുടുങ്ങി നമ്മുടെ വീടും പറമ്പും പണയം വെച്ച് ഞാൻ നാണക്കുട്ടന്റെ കയ്യിൽ നിന്നും 10 ലക്ഷം രൂപ കടം വാങ്ങി. എണ്ണി നോക്കൂ. എനിക്ക് നാണക്കുട്ടനെ വിശ്വാസ. പണം അറിഞ്ഞ് പണം ഉണ്ടാക്കുന്നവരെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പറഞ്ഞു കേട്ടപ്പോ താനിപ്പോ ചെയ്യാൻ പോകുന്ന ഏർപ്പാട് തരക്കേടില്ലെന്ന് തോന്നി. അതുകൊണ്ട് കൂടിയ പഴയ കുടിശ്ശിക ബാക്കി നിന്നിട്ടും ഞാൻ ഈ പണം തനിക്ക് തരുന്നത്. പിന്നെ വാങ്ങിക്കുമ്പോ കാണിക്കുന്ന ആവേശം തിരിച്ചറിയുന്ന കാര്യത്തിലും വേണം. താൻ പറഞ്ഞ ഡേറ്റ് ഞാൻ സമ്മതിച്ചു. അതിനപ്പുറത്തേക്ക് പോവില്ല, ഉറപ്പാ. അതാ വേണ്ടത്. അങ്ങനെ ആകുമ്പോ പിന്നെയും തന്നെ സഹായിക്കാൻ തോന്നും. എത്ര വേണമെങ്കിലും. ഞാൻ ഇറങ്ങട്ടെ. ശരി. പൈസയുമായി കൊച്ചിയിലെത്താൻ സദാശിവൻ പറഞ്ഞതനുസരിച്ച് അന്ന് രാത്രി നാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ അല്പം പോലും സന്തോഷം ഉണ്ടായിട്ടല്ല. ഒരു ഭാഗ്യാന്വേഷണ. ഒന്നും നേടാനല്ല, നേടിയതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ. എന്നാലും എതിർത്തൊന്നും പറയരുത്. വേറെ വഴിയില്ലാഞ്ഞിട്ടാ. അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. കഴിയുന്ന സഹായങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിന്റെ പുണ്യാവും ഇപ്പൊ കൂട്ടുകാരൻ സഹായിക്കാൻ മുന്നോട്ട് വന്നത്. പ്രാർത്ഥിക്കണം, എല്ലാം നേരെയാവും. കെട്ടും മട്ടും കണ്ട് കേളി ഇൻവെസ്റ്റ്മെന്റ്സ് ഒരു വലിയ ധനകാര്യ സ്ഥാപനമാണെന്ന് ഞാനും ധരിച്ചു. ബാംഗ്ലൂരിലെ നമ്മുടെ ബ്രാഞ്ച് എന്ന് ഓപ്പൺ ചെയ്യും? ഇമ്മീഡിയറ്റ്ലി. വലിയ സ്വീകരണമാണ് അന്ന് എനിക്ക് അവിടെ ലഭിച്ചത്. സർ, ഇതാണ് ഞാൻ പറഞ്ഞ കുമാരൻ. നമസ്കാരം. നമസ്കാരം. പ്ലീസ് കം. കാര്യങ്ങളൊക്കെ സദാശിവം പറഞ്ഞു കാണുമല്ലോ. എന്നാലും പറയാം, നിങ്ങളിവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാശ് ഞങ്ങൾ റീഇൻവെസ്റ്റ് ചെയ്യും. അതും ഇന്ത്യയിലെ തന്നെ പ്രമുഖ ബ്ലൂ ചിപ്പ് കമ്പനികളിലാണ് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ കമ്പനികളൊക്കെയും ഞങ്ങൾക്ക് 200 മുതൽ 300% അധിക മൂല്യം തിരിച്ചു തന്നിട്ടുള്ള കമ്പനികളാണ്. അല്ലേ സദാശിവ? ഡെഫിനറ്റ്ലി സർ. എല്ലാം വിശദമായി ഞാൻ കുമാരനോട് പറഞ്ഞിട്ടുണ്ട്. ഗുഡ്. നല്ലൊരു തുക പ്രോഫിറ്റായി മിസ്റ്റർ കുമാരന് കിട്ടുമെന്നർത്ഥം. എല്ലാം സദാശിവം പറഞ്ഞിട്ടുണ്ട്. ഇനി വേറെന്തെങ്കിലും അറിയേണ്ടതായിട്ടുണ്ടോ? ഇല്ല സർ. അപ്പൊ കുമാര, സർ 10 ലക്ഷം രൂപയുണ്ട്. ഇതിനോടൊപ്പം സാറ് വേറൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. ഇദ്ദേഹത്തിന്റെ ജോലിക്കാരുമല്ലേ? അതെ അതെ. ഇതിന്റെ കൂടെ അതും ഒരു വരുമാനമാവും. അങ്ങനെയൊക്കെ കരകയറാൻ പറ്റൂ. ഒക്കെ ശരിയാവും. ഒരാഴ്ചത്തെ ട്രെയിനിങ് ഉണ്ടാവും. എന്നിട്ട് ജോയിൻ ചെയ്തോളൂ. ബാക്കിയെല്ലാം സദാശിവനോട് പറയാം. അക്കൗണ്ട്സിൽ നിന്ന് റെസിപ്റ്റ് വാങ്ങിച്ചോളൂ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ട്രെയിനിങ് കഴിഞ്ഞ് ഹെഡ് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യാനെത്തിയപ്പോൾ ഞാൻ കണ്ടത് നോക്കൂ, എന്താ പ്രശ്നം? അമാരെല്ലാം കൂടി നാട്ടുകാരെ കാശും മേടിച്ച് മുങ്ങിയിരിക്കാം. അമാർ എവിടെ പോയി വിളിച്ചാലും ഞങ്ങൾ പൊക്കിയിരിക്കും. എന്റെ 10 ലക്ഷം രൂപയാ ഇവന്മാര് മുക്കിയത്. ഇവൻ അറിയാം. ഞാൻ വെറുതെ വിടത്തില്ല. നോക്കിയോ. സദാശിവന്റെ ഫോണിലേക്ക് ഞാൻ ഒരുപാട് തവണ വിളിച്ചു. കിട്ടിയില്ല. അവനെക്കുറിച്ചുള്ള എൻ്റെ ധാരണകൾ തെറ്റുകയായിരുന്നു. വെറും കൈയോടെ നാട്ടിലേക്ക് മടങ്ങി ചെല്ലുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. ശൂന്യമായ മനസ്സോടെ ലക്ഷ്യമില്ലാതെ ഒരുപാട് അലഞ്ഞു. ആ യാത്ര അവസാനിച്ചത് മറ്റൊരു നഗരത്തിലെ ലോഡ്ജ് മുറിയിലാണ്. അപ്പോഴും മനസ്സ് നിറയെ നാണക്കുട്ടന്റെ ഭീഷണി കലർന്ന വാക്കുകളായിരുന്നു. കുമാരാ, പറഞ്ഞില്ലെന്ന് വേണ്ട. എന്നോട് വാങ്ങിച്ച കാശും അതിന്റെ പലിശയും കൂട്ടുപലിശയും ചേർത്ത് തിരിച്ചു തന്നില്ലെങ്കിൽ നിനക്കായിരിക്കും ദണ്ഡം. നിന്റെ ഈ വീടിന്റെയും പുരയിടത്തിന്റെ പ്രമാണം എന്റെ കയ്യിലാ. തന്നോട് എന്നെങ്കിലും ഒരിക്കൽ ഒരു വിജയകഥ പറയാൻ കഴിയണേ എന്ന പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നു.
പക്ഷേ ഈശ്വരൻ എൻ്റെ പ്രാർത്ഥന കേട്ടില്ല. ജീവിതത്തിൽ നിന്നും ഒളിച്ചോടിയാണ് പരാജയത്തെ നേരിടാൻ ഞാൻ ശ്രമിച്ചത്. എൻ്റെ രക്ഷപ്പെടൽ കൊണ്ട് തനിക്കുണ്ടാകുന്ന വേദനയെക്കുറിച്ച് ആ നിമിഷത്തിൽ ഞാൻ ആലോചിച്ചില്ല. ഇതിനെല്ലാം കാരണക്കാരനായ ആ പഴയ ചങ്ങാതിക്ക് കൂടി 2 വരി എഴുതണമെന്ന് എനിക്ക് തോന്നി. തനിക്കും സദാശിവനുമുള്ള കത്തുകൾ പോസ്റ്റ് ചെയ്ത ശേഷം ലോഡ്ജ് മുറിയിൽ തിരിച്ചെത്തി ഫാനിൽ കുരുക്കിടാൻ തുടങ്ങുമ്പോൾ ഈശ്വരനാണ് ആ വലിയ മനുഷ്യന്റെ സാന്ത്വന വാക്കുകളുടെ രൂപത്തിൽ അന്ന് അവിടെ വന്നത്. അതിനുശേഷം പകലും രാവുമെന്നില്ലാതെ ആ സാത്വികനോടൊത്തുള്ള യാത്ര, അദ്ദേഹത്തിന്റെ വാക്കുകളാണ് എന്നെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത്. ഇനി എനിക്ക് എൻ്റെ ചങ്ങാതിയെ കാണണം. എല്ലാ കണക്കുകളും നേരിട്ട് തീർക്കണം. കുമാരൻ, അതേടാ കുമാരൻ. എന്നെ കൊലക്കാരിലേക്ക് തള്ളിവിട്ടിട്ട് സുഖിച്ച് നടക്കാമെന്ന് കരുതിയല്ലേ? എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. ഇപ്പൊ എനിക്ക് ഒട്ടും സമയമില്ല. അങ്ങനെ എന്നെ പറ്റിച്ച് രക്ഷപ്പെടാൻ നോക്കണ്ട. കുമാരൻ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. പണത്തിനോടുള്ള നിന്റെ ആർത്തി, അതിന് നീ കരുവാക്കിയത് എന്നെ. കൂടപ്പിറപ്പിനെ പോലെ കൂടെ നിന്നിട്ട് അവസാനം എങ്ങനെ മനസ്സ് വന്നടാ നിനക്ക്? ചതിയനാണ് നീ, ചതിയൻ. അതേടാ, ഞാൻ ചതിയനാണ്. നിന്നെ വഞ്ചിച്ചു, നിന്റെ പണം തട്ടിയെടുത്തു. എല്ലാം സത്യമാണ്, നിന്റെ കണ്ണിൽ മാത്രം. എന്റെ പക്ഷത്ത് ന്യായീകരിക്കാൻ ഒന്നുമില്ല, എന്റെ മനസാക്ഷി അല്ലാതെ. നടന്ന എന്താണെന്ന് നീ അറിയണം. ഇതവനാ സദാശിവൻ. കുറെ നേരം ആയല്ലോ സാറെ വിളിക്കാൻ തുടങ്ങിയിട്ട്. അറ്റൻഡ് ചെയ്യേ. ഹലോ. സാർ എവിടെയാ ഉള്ളത്? പകല് മുഴുവൻ ഞാൻ ട്രൈ ചെയ്യായിരുന്നു. ഞാൻ ആകെ പ്രശ്നത്തിലാ. കമ്പനി പൂട്ടി നിങ്ങൾ സ്ഥലം വിട്ടു എന്നാണ് എല്ലാരും പറയുന്നത്. എന്റെ സദാശിവ, താൻ ഇതിലൊക്കെ ഇങ്ങനെ ടെൻഷൻ എടുത്താലോ? ടേക്ക് ഇറ്റ് ഈസി. ഇത് പണത്തിന്റെ ലോക. ഇവിടെ ഇതും ഇതിന്റെ അപ്പുറവും സംഭവിക്കും. കൂർമ്മബുദ്ധിയുള്ളവന് ജയിച്ചു കയറാം, അല്ലാത്തവന് കളിയിൽ തോറ്റ് പിന്മാറാം. സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പറയുന്നുവെന്ന് സംഭവിച്ചത് അത് തന്നെ. കമ്പനി പൊളിഞ്ഞു.